നിഖില വിമലിനെ അരവിന്ദൻ അതിഥികളിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നിഖില ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഭംഗിയുള്ള ക്യാരക്ടർ അതായിരുന്നു എന്ന് നമുക്കെന്നെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഭംഗി ആ ക്യാരക്ടറിനും ആ സിനിമയ്ക്കുമായിരുന്നു എന്ന് കാണാൻ ഭംഗിയാ എനിക്ക് തോന്നുന്നു. കാരണം അതിലിങ്ങനെ കുറെ യൂഷ്വലി സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നായകന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എഫക്ട് ലൈറ്റ്സുകളൊക്കെ ഉണ്ടാവും. സ്പെഷ്യൽ ലൈറ്റ്സ്, അതായത് ഭയങ്കര ഗ്ലോ ആയിട്ട് കാണിക്കുക, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണിക്കുക. അത് എല്ലാ സ്ഥലത്തും നായകന്മാർക്ക് കിട്ടുന്ന ഒരു എനിക്ക് അത് പ്രിവിലേജ് ആണ്. എനിക്ക് പൊതുവെ ആ പ്രിവിലേജ് വളരെ കുറവ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അരവിന്ദനിൽ ബ്യൂട്ടി ഷോട്ട് ഉണ്ടായത് പറയണ ഒരു വിളക്കെത്തിക്കുന്ന, അതാണ് എല്ലാവരും പറയണ ഒരു ഫോട്ടോ പരിപാടി ഉള്ളത്. പിന്നെ എനിക്കൊരു ബ്യൂട്ടി ഷോട്ട്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് യമണ്ടൻ പ്രേമകഥയിലുള്ള സോങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പൊതുവെ നമ്മൾ മേക്കപ്പിനോടൊക്കെ ഭയങ്കര വിരോധിയാണോ? അധികം മേക്കപ്പ് ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല സിനിമയിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും. മേക്കപ്പ് ഇടാറുണ്ട്, പ്രൊമോഷൻസിനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. അത് ഭയങ്കര മാൻഡേറ്ററി ആണെന്നുള്ളത് ഞാൻ അധിക ദിവസങ്ങളിലും എനിക്ക് എപ്പോഴും ഈ മൊത്തത്തിൽ എനിക്കൊരു ക്ഷീണമുണ്ട്. മടിയുടെ ഒരു ക്ഷീണം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചെന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ജനറലി മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, സിനിമയിൽ ഇപ്പൊ കൊത്തിലും മേക്കപ്പ് ഇട്ടിട്ടില്ല. മേക്കപ്പ് ഇടാതെ തന്നെ ജോയിൻ ജോയിലും കൊത്തിലൊക്കെ ഭയങ്കര ഭംഗിയുണ്ടല്ലോ. എനിക്ക് മേക്കപ്പ് ഇടാണ്ട് അഭിനയിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല. ക്യാരക്ടറിന് അത്രയും മേക്കപ്പ് ആവശ്യം ഉണ്ടാവില്ല. ഇതിന് ഈ സിനിമയിൽ 2-3 സീനുകളുണ്ട് മേക്കപ്പ് ആവശ്യമുള്ളത്. അതിന്റെ സമയത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മേക്കപ്പ് എനിക്ക് ആരെങ്കിലും മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സിനിമയില്. കാരണം എനിക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കില്ലേ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ. ഇപ്പം നമ്മളൊരു രാവിലെ 6:30 വരണം മേക്കപ്പ് ഇടണമെങ്കിൽ. 6:30 വന്ന് മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്ത് വരണമെങ്കിൽ, അപ്പം ഇത് മേക്കപ്പ് ഹെയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 വന്നാൽ മതി. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു. പൊതുവെ നമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് നിഖില വിമൽ, ഫാദറിന്റെ പേരാണ് വിമൽ എന്നാണ്. അമ്മയുടെ പേരാണ് വിമല കുമാരിയുടെ വിമല ദേവി. വിമല ദേവി. ആ വിമല ദേവിയുടെ വിമല നമ്മൾ എടുത്താക്കുന്ന ബാക്കിൽ അമ്മയുടെ പേരും ചേച്ചിയുടെ പേരിന്റെ എന്റെ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ഇട്ടത്. സ്കൂൾ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ജനിച്ചപ്പോ തൊട്ടേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അഖില വിമൽ എന്നാണ് അവളുടെ പേര്. ഓക്കെ, ഇനി നമ്മൾ റൗണ്ടിലേക്ക് പോവാണ്. റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഈ 2022 ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ഈ അടുത്തിടെ കണ്ട മൂവീസിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസും ചോദിച്ചാൽ ആരുടെ പേര് ആദ്യം പറയാ? ഏത് പെർഫോമൻസും ഏത് സിനിമയാ ആദ്യം മനസ്സിലേക്ക് വരിക? ഈ ജോ ആൻഡ് ജോന് ശേഷം റിലീസായിട്ടുള്ള കുറെ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല, തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അതായത് കൊത്തില് ആശിക്കയുടെ പെർഫോമൻസ് എന്തായാലും ആൾക്കാർ നോട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോ ആൻഡ് ജോയില് മാത്യുവിന്റെയും നസ്ലന്റെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര വർക്കായ. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമയാണ്. അതിലെ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ പെർഫോമൻസ്, അത് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര രസമായിട്ടാണ് വരുന്നത്.